അപ്പോൾ ഞാൻ ഈ സുന്ദരി പോകണത് തറവാട്ടമ്പലത്തേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ മുന്നത്തെ വീഡിയോയിലിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തോറ്റാണ്. സോ അങ്ങോട്ട് പോണ വഴി ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, സ്ഥിരം കയറാറുള്ള ഒരു പഴം ജ്യൂസ് കടയിൽ കയറി. ഞാൻ വല്ല സ്പ്രൈറ്റോ നാരങ്ങ വെള്ളമാണ് ഉദ്ദേശിച്ചത്, സാരില്ല ഒരു പഴം ജ്യൂസല്ലേ. അങ്ങനെ നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള പഴം ജ്യൂസ് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടുത്തെ പഴം ജ്യൂസ്. പിന്നെ ഒരു പണ്ടത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് ദേ ആർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ നേരെ അമ്പലം പോയി, അരവാണമ്മടമ്പലം അവിടെ എത്തി. അപ്പോൾ അവിടെ അത്യാവശ്യം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ ഓരോ പണിയിലായിരുന്നു. ഞാൻ അതിനെ ഈ വരയ്ക്കുന്നതൊക്കെ നോക്കിയിരുന്നു. ഭയങ്കര ടാലൻറ്റ് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അത് നോക്കിയിരുന്നു. പിന്നെ അപ്പോഴേക്കും മാമൊക്കെ പായസമൊക്കെ ഉണ്ടാക്കി. ആൻഡ് ഇതാണ് എൻ്റെ കുട്ടി കസിൻസ്. പിന്നെ നമ്മൾ ചിരാത് വെച്ചു. പിന്നെ അച്ചമ്മ വന്നു. പിന്നെ ചിരാതൊക്കെ കത്തിച്ച് നമ്മൾ അമ്പലം പ്രകാശപൂരിതമാക്കി. പിന്നെ ഇങ്ങടാവും അവിടെ ഓളം ഉണ്ടാക്കിയിട്ടാ ഹീ സോ ഹൈപ്പർ ആക്റ്റീവ്. പിന്നെ നമുക്ക് പൂജയ്ക്ക് വെച്ച് ഈ പായസം വന്നു. പായസം അല്ല എന്തോ ഒരു സാധനം തിന്നാൻ. പിന്നെ നമ്മളതൊക്കെ ഓരോന്നിടത്ത് തിന്നു. അതിനിടയിൽ വലിയമ്മ എന്തോ കാര്യമായിട്ട് സംസാരിക്കാൻ വന്നതാണ്. പക്ഷേ ക്യാമറ കണ്ടപ്പോൾ ആൾ ഓടിപ്പോയി. പിന്നെ നമുക്ക് സദ്യയുടെ ടൈമായി. ചോറ്, കുറുക്കപ്പേരി, അച്ചാർ, ഇഞ്ചിക്കറി, സാമ്പാർ, അവിയൽ, പപ്പടം, ഇതായിരുന്നു ഐറ്റംസ്. പായസം ഇല്ലാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നിട്ട് എനിക്ക്. പിന്നെ കുറേ നേരമായിട്ട് ഞാൻ എൻ്റെ മോന്ത് നോക്കിയില്ല. കാരണം എനിക്കറിയാതെ ഇങ്ങനെ തന്നെയാവുള്ളൂ എന്ന്. ഞാനല്ല കുറി തൊട്ടത്. പിന്നെ ദേവപൂജ കഴിഞ്ഞു. പിന്നെ പാൽപ്പായസം കിട്ടി. അത് കുടിച്ചപ്പിച്ചിരി ആശ്വാസമായി. 10 കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ട് നമുക്ക് ക്ഷീണമൊക്കെ തുടങ്ങി. പിന്നെ 10 കഴിഞ്ഞ് 10:45 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.